നമസ്കാരം. ഏതൊരു കലാകാരനും എവിടെയെങ്കിലും എത്തിപ്പെടണമെങ്കിൽ അത്യാവശ്യം വേണ്ടത് അങ്ങോട്ട് പോകാനുള്ള വണ്ടിക്കൂലിയാണ്. അല്ലേ? ഒന്നെങ്കിൽ വണ്ടിക്കൂലി വേണം, അല്ലെങ്കിൽ ലിഫ്റ്റ് അടിച്ച് പോകാനുള്ള മനസ്സ് വേണം. ലിഫ്റ്റ് കൊടുക്കുന്നതിന് കൊറോണ പേടിക്കാതെ വണ്ടിക്കകത്ത് കയറ്റാനുള്ള ധൈര്യവും വേണം. പിന്നെ മാസ്ക്, സാനിറ്റൈസർ, അതൊക്കെ നമ്മൾ പറയാൻ അറിയാമല്ലോ. ഞാൻ ഈ ലിഫ്റ്റ് കൊടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഈ പാലാ ഈരാറ്റുപേട്ട റൂട്ടിലിങ്ങനെ വരിക. അപ്പോൾ ഒരാൾ ലിഫ്റ്റ് ചോദിച്ച് കയറി. ഇങ്ങനെ കയറിയപ്പോൾ ഞാൻ ചോദിച്ചു, ഈരാറ്റുപേട്ടയിൽ നിന്ന് വീട്ടിലേക്ക് പോകാൻ അധികം ദൂരമില്ലല്ലോ. ഇല്ല, നടക്കാവുന്ന ദൂരമേ ഉള്ളൂ. 3 ദിവസം നടക്കാവുന്ന ദൂരമേ ഉള്ളൂ. നല്ല ദൂരമുണ്ട്. അപ്പോൾ പുള്ളി കുറച്ചിങ്ങോട്ട് വന്നപ്പോൾ എനിക്ക് മനസ്സിലായി, വണ്ടി വഴിയിലായി കഴിഞ്ഞാലും വലിയ കുഴപ്പമൊന്നുമില്ല. പുള്ളി അകത്തിരുന്ന് തന്നെ നല്ല തള്ളുന്നുണ്ട്. അപ്പോൾ പുള്ളിയുടെ കാര്യങ്ങൾ പുറത്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ നല്ല തള്ളലുണ്ടാകും എന്ന് ഉറപ്പിച്ചുകൊണ്ട് ഞാനിങ്ങനെ സംസാരിച്ച് വന്നപ്പോൾ പുള്ളി ഡ്രൈവറാണ്, ജീപ്പ് ഡ്രൈവറാണ്, ഹൈ റേഞ്ചിൽ ജീപ്പ് ഡ്രൈവറാണ്. അപ്പോൾ പുള്ളി ഡ്രൈവിങ്ങിലേക്ക് വന്ന കഥ പറയാം. അപ്പോൾ ഈ ഹൈ റേഞ്ചിൽ ജീപ്പ് ആളെയും കയറ്റിക്കൊണ്ട് വരുന്നുണ്ടല്ലോ, കറക്റ്റ് ദൂരെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ കടന്തൽക്കൂട് നിരങ്ങി വരുന്ന പോലെ നമുക്ക് ദൂരെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ, അതായത് അകത്തും ആളായിരിക്കും, പുറത്തും ആളായിരിക്കും, സൈഡിലും ആളായിരിക്കും, ബോണറ്റ് തുറന്ന് നോക്കിയാൽ അതിനകത്തും ആളായിരിക്കും, അടിക്ക് നോക്കിക്കഴിഞ്ഞാൽ അവിടെയും ചിലപ്പോൾ 2 പേര് കാണും. അതുപോലെ നിറച്ച ആളെ കയറ്റിക്കൊണ്ടായിരുന്നു. എല്ലാവരും ജീപ്പിനകത്താണെങ്കിലും ഒരാൾ ജീപ്പിൻ്റെ പുറത്തായിരിക്കും, ആ ജീപ്പിൻ്റെ ഡ്രൈവർ. ഈ ഡ്രൈവറുടെ 2 കൈയും കാലും മാത്രമേ വണ്ടിക്കകത്ത് കാണത്തുള്ളൂ, ആൾ പുറത്തായിരിക്കും. അപ്പം ഈ കക്ഷി ജീപ്പ് ഡ്രൈവർ ആകുന്നതിന് മുമ്പായിട്ട് ഈ ജീപ്പിലെ യാത്രക്കാരനായിട്ട് വരികയാണ്. യാത്രക്കാരനായിട്ട് ഈ ഡ്രൈവറുടെ തൊട്ടടുത്ത സീറ്റിലായിരിക്കുന്നത്. അപ്പം ഈ ഡ്രൈവർ ഈ പറഞ്ഞ പോലെ പുറത്തിരുന്നുകൊണ്ട് അകത്തെ കാര്യങ്ങൾ ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ദൂരെ ഒരു മരത്തിരുന്നുകൊണ്ട് ഈ ഡ്രൈവറുടെ കൂട്ടുകാരൻ എന്ന് വിളിച്ചപ്പോഴത്തേക്ക് പുള്ളി ഇവിടുന്ന് വിട്ടിട്ട് എന്ന് വിളിക്കുകയും ആൾ പുറത്ത് താഴെ വീണ്. പിന്നെ അങ്ങോട്ട് ജീപ്പ് ഡ്രൈവറില്ലാതെ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുക. ആദ്യമൊന്നും ആരും ശ്രദ്ധിച്ചില്ല, കാര്യം ഇത്രയും ആൾക്കാരുള്ളതിൻ്റെ ഇടയ്ക്ക് ഒരു ഡ്രൈവറുടെ കുറവങ്ങനെ ആരെങ്കിലും ശ്രദ്ധിക്കുമോ? ഇങ്ങനെ ജീപ്പ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. വളവൊക്കെ വരുമ്പോഴത്തേക്ക് അതിനകത്തിരിക്കുന്നവർ തന്നെ ഇങ്ങനെ ആയം എടുത്ത് ഇങ്ങനെ തിരിയുമല്ലോ, ഇങ്ങനെ തിരിഞ്ഞ് ഇങ്ങനെ താഴെ ഇറങ്ങി വരുന്നുണ്ട്. പിന്നെ വണ്ടിക്കും അറിയാം, റൂട്ട് സ്ഥിരം റൂട്ട് അറിയാം, ചുരം ഇറങ്ങി വരികയാണ്. അപ്പോൾ പുള്ളിക്കാരൻ ഇങ്ങനെ സൈഡിൽ ഇരുന്നുകൊണ്ട് നോക്കിയപ്പോൾ, തൊട്ടടുത്തിരുന്നുകൊണ്ട് നോക്കിയപ്പം ഒരു സീറ്റ് ഒഴിഞ്ഞു കിടക്കുന്നു. അയ്യോ, ഡ്രൈവറുടെ സീറ്റാണല്ലോ എന്ന് പറഞ്ഞ് ചാടി വീണ് ഓടിച്ച് ഈ വണ്ടിയെ രക്ഷിച്ച് താഴെ കൊണ്ടുവന്നു. അങ്ങനെയാണ് പുള്ളിക്കാരൻ ഡ്രൈവറായ കഥ. അത് പറയുമ്പോൾ ഞങ്ങളടുത്ത് ഒരു കോൺക്രീറ്റ് പണി നടക്കുന്നത്. കോൺക്രീറ്റ് പണി നടക്കുമ്പോഴത്തേക്ക് ഈ ഒരു ക്യാച്ച് പിടുത്തക്കാരൻ്റെ കുറവ് വന്നു. ക്യാച്ച് പിടുത്തക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്യാച്ച് എടുത്തിട്ട് മറ്റേ ഇങ്ങനെയാണല്ലോ ചട്ടി എറിഞ്ഞു കൊടുക്കുന്നത്, ഇങ്ങനെയാണ് എറിഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ ഈ ക്യാച്ച് എടുക്കുന്ന ഒരാൾ കുറവ് വന്നപ്പോഴത്തേക്ക് ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ വേണ്ടി ഒരാൾ നിൽക്കുന്നത് നല്ല ആയമെടുത്ത് ഇങ്ങനെ എറിഞ്ഞുകൊണ്ടിരിക്കുക. അങ്ങനെ ആയമെടുത്ത് എറിഞ്ഞ് ഒരു എറിച്ചിരി ആയം കൂടി ഇവിടെ കറങ്ങി ഇങ്ങനെ വന്നിട്ട് തിരിച്ചെറിഞ്ഞ ആളിനെ തന്നെ കൊടുത്തിട്ട് 2 പേരും മുഖത്തോട് മുഖം നോക്കി നിൽക്കുക. കാമുകന്മാർ നിൽക്കുന്നതിനോട്ട് ഇങ്ങനെ നിൽക്കുക. അപ്പോൾ തന്നെ മുതലാളി വന്നിട്ട് പറഞ്ഞ പരിപാടി നിർത്തിക്കോ, ഈ പരിപാടി നടക്കത്തില്ല, മോളിൽ നിന്നുകൊണ്ട് ഇങ്ങനെയൊക്കെ റിസ്കി ഏരിയയിലൊന്നും എറിയാൻ പറ്റത്തില്ല, ആൾ വരണമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അപ്പോൾ കൊണ്ട് വിളിച്ച് പറഞ്ഞു, എത്രയും പെട്ടെന്ന് നമ്മുടെ സത്യമേശയുടെ പണി നടക്കുന്ന സൈറ്റിലോട്ട് ഓടി വാ, എമർജൻസി ആയിട്ട് വരണം കേട്ടോ. ചേട്ടാ, എമർജൻസി ചാർജ് ഇല്ലാതിരിക്കുക, കുത്തിയിട്ടിട്ട് വന്നാൽ മതിയോ എന്നൊരു ഏക്കാത്ത കോമഡി ഇവിടെ എത്തി പറഞ്ഞു വന്നപ്പോഴേ. പക്ഷെ കുഴപ്പമില്ല, ക്ലാസ് അത് ഏറ്റുപോയി. ഒരു ഫിറോസ് ഒരു മിനിറ്റ് കൊടുത്തിരുന്നെങ്കിൽ അത് കയറി പോയേനെ. കേൾക്കാത്ത കോമഡി എന്ന് പറഞ്ഞപ്പോൾ കൈയുടെ ഇട്ടിയപ്പോൾ പുള്ളിക്ക് അത് പറയണ്ടായിരുന്നു എന്നുള്ള അവസ്ഥ. അതെ, ഞാനൊരു സേഫ് സൈഡിന് വെച്ചിരുന്നതാണ്. അങ്ങനെ പുള്ളിക്കാരൻ സാധാരണഗതി എത്രയും പെട്ടെന്ന് എമർജൻസി ആയിട്ട് എത്തണമെന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ സാധാരണഗതിയിൽ നമ്മൾ ഓട്ടോറിക്ഷ വിളിച്ച് വരും, ഓട്ടോറിക്ഷ എന്നുള്ള കാറാക്കും. കാറെന്നുള്ളത് ചിലപ്പം കുറച്ചുകൂടെ ഫാസ്റ്റായിട്ട് വരുന്ന ഏതെങ്കിലും വണ്ടി, ബൈക്കിൻ്റെയൊക്കെ പുറകെ എങ്ങനെയും വരും. പുള്ളിക്കാരൻ എത്രയും പെട്ടെന്ന് വരാൻ വേണ്ടി വന്നതെന്ന് പറഞ്ഞാൽ ആംബുലൻസ് വിളിച്ചാണ് വന്നത് ഈ സൈറ്റിൽ വന്നത്. ഇത് മാവോ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ലൈറ്റ് വിട്ടുകൊണ്ട് ആംബുലൻസ് പിടിച്ചിട്ട് ഈ പറഞ്ഞ വീടിൻ്റെ മുമ്പിൽ എത്തിയപ്പോഴത്തേക്ക് ആ ജംഗ്ഷൻ മുതൽ ഇങ്ങോട്ടുള്ള ആൾ ഇതിൻ്റെ പുറകെ വന്നു. അവിടെ ഒരു അപ്പൂപ്പനുണ്ട്, ആ അപ്പൂപ്പൻ മരിച്ചു പോയെന്ന് ഉറച്ച് വിചാരിച്ചുകൊണ്ട് തന്നെ ഒരുത്തൻ അവിടെ പോയിട്ട് അവിടെ കിടന്നൊരു കാലം കൂടെ കീറിയിട്ട് ഈ കരിങ്കൊടിയായിട്ട് അവിടെ കുത്തുകയും ചെയ്ത്. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി വലിയ ഗമയിൽ ഞാൻ സമയത്ത് വന്നല്ലോ. എത്ര രൂപയായി? 1500 രൂപ. ഈശ്വര എന്ന് പറഞ്ഞ് കറങ്ങിയൊരു വീഴ്ച 400 രൂപ ഉള്ള കാലഘട്ടം വന്നു. അവിടുന്ന് അതേ ആംബുലൻസ് പൊക്കിയെടുത്ത് മേപ്പള്ളിക്കുറ്റി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവിടെ നിന്ന് 4500 1500 രൂപ ആംബുലൻസ് പൈസയും കൂടെ 6000 രൂപ കൊടുത്തിട്ടാണ് ആളിനെ പുറത്തേക്ക് ഇറക്കിയത് ശവമായിട്ട്. ഇപ്പോൾ പിന്നെ നമ്മൾ അങ്ങോട്ട് വണ്ടിയുടെ കാര്യം പറഞ്ഞുകൊണ്ട് പോകുകയാണെങ്കിൽ ഈ വണ്ടിയുടെ സൗണ്ട് നമ്മൾ പലപ്പോഴും തെറ്റിദ്ധരിക്കും. അതായത് ഞങ്ങളുടെ വീടിനടുത്ത് ഞങ്ങളുടെ ജംഗ്ഷനിലുള്ള പള്ളിയുണ്ട്. പള്ളിയോട് ചേർന്ന് തന്നെ അവിടുത്തെ ബസ് സ്റ്റോപ്പുണ്ട്. ഈ ബസ് സ്റ്റോപ്പിൽ സ്ഥിരമായിട്ടൊരു കൊല്ലം ഫാസ്റ്റ് വന്ന് ബ്രേക്ക് ചെയ്യട്ടും പണ്ട്. അതിൻ്റെ സൗണ്ട് കറക്റ്റ് ഇവിടുത്തെ പള്ളിയിലെ ബാങ്കുളിയായിട്ട് നമ്മൾ തെറ്റിപ്പോകും, ഇങ്ങനെ അവൻ ചവിട്ടുന്നു. ഇത് സ്ഥിരമായിട്ട് ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് നോമ്പ് കാലം വന്നപ്പോൾ ഞങ്ങളെല്ലാം കൂടി ഇഫ്താർ പാർട്ടിക്ക് പോകുമല്ലോ.
ഇഫ്താർ പാർട്ടിക്ക് പോകുമ്പോഴത്തേക്ക് അവിടെ നല്ല ആക്രാന്തമുള്ള ഒരു കക്ഷിയുണ്ട്. പുള്ളിക്കാരന് ഈ ഈത്തപ്പഴവും ഇതും പിടിച്ചോണ്ടിരിക്കുക രാവിലെ മുതൽ വൈകുന്നത് വരെ ഭക്ഷണം, അതായത് വെളുപ്പിനെ ഭക്ഷണം കഴിച്ചിട്ട് വൈകുന്നത് വരെ. അന്നേരം നല്ല ആക്രാന്തമുണ്ട്. പുള്ളിയുടെ നോമ്പ് ദൈവം സ്വീകരിക്കട്ടെ, കാര്യം അത്രയ്ക്ക് ബുദ്ധിമുട്ടിയാണ് പുള്ളി നോമ്പ് പിടിക്കുന്നത്. അപ്പോഴത്തേക്ക് ഇത് ഇങ്ങനെ വെച്ചോണ്ട് ഇങ്ങനെ ഇരിക്കുക, നമ്മളെ നെഞ്ചിടിക്കുന്ന ആരും മിണ്ടാൻ സമയത്തില്ല. നമ്മൾ അങ്ങ് വിളിക്കും, കാര്യം ഒരു സെക്കൻഡ് തെറ്റിക്കരുത്. അങ്ങനെ ഇരുന്നിരുന്ന് 6:45 ബാങ്ക് വിളിക്കുന്നത്. 6:35 കൊല്ലം ഫാസ്റ്റ് ജംഗ്ഷനിൽ വന്നിട്ട് ചവച്ചൊരു 5 ചവ ചവച്ചപ്പോഴാണ് ഇത് ബ്രേക്ക് ചവിട്ടിയാന്നുള്ള കാര്യം ഓർമ്മ വന്നത്. പുള്ളിക്കാരൻ പറയാം 5 ചവയെ ചവച്ചുള്ളൂ, അത് വായി കിടന്നോട്ടെ, ബാങ്ക് വിളിച്ചിട്ട് ഇറങ്ങിക്കോളാം എന്ന് പറഞ്ഞു. അതാണ് ഇതുപോലെയൊക്കെയുള്ള സംഭവങ്ങളായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് പൊതുവേ പറയാനുള്ളത്. ഇത്രയും നേരം കേട്ടോണ്ടിരുന്ന വണ്ടി കാര്യങ്ങളൊക്കെ കേട്ടോണ്ടിരുന്നതിന് വളരെ നന്ദി. താങ്ക് യു വെരി മച്ച്. ഫിറോസ് കാ, അടിപൊളിയായിരുന്നു. ഐ ഫീൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. സൂപ്പർ. സലീമേട്ട, ഫിറോസിന്റെ എത്രയോ പെർഫോമൻസുകൾ കണ്ട് ആനന്ദ പുളകിത ഗാത്രനായ ഒരു മനുഷ്യനാണ് ഞാൻ. ഫിറോസ് വളരെ മനോഹരമായ വിഷ്വലോടുകൂടി അത് അവതരിപ്പിച്ചു. വളരെ രസകരമായിരുന്നു. രമേശ് ചേട്ടാ. ഇല്ല, സലീമേട്ടൻ ഇത്രയും പറയുമ്പോൾ പിന്നെ ഇനി ഞാൻ പറയുന്നതിലൊന്നും ഒരു കാര്യമില്ല. കാരണം ഫിറോസൊക്കെ പ്രതിഭയുള്ള ഒരു കലാകാരനാണ്. ഫിറോസ് ഈ പണി ഇങ്ങനെ നിന്ന് പറയുന്നത്, നമ്മളൊക്കെ മിമിക്രിക്ക് പോകുന്നതിനിടയിൽ നമ്മളെ മിമിക്രിയോ ഫിഗറോ കാര്യങ്ങളോ കാണിക്കുന്നതിനപ്പുറം ട്രൂപ്പിൻ്റെ വണ്ടിയിലോ വട്ടം കൂടി ഇരിക്കുമ്പോഴോ മാത്രമേ ഇത്തരം കഥകൾ പലപ്പോഴും പറയാറുള്ളൂ. അത് വെറുതെ അതിനൊരു അവസരം ഉണ്ടായപ്പോൾ ഒരു സൗഹൃദം കൊണ്ടോ അല്ലെങ്കിൽ ഫിറോസിൻ്റെ നല്ല മനസ്സുകൊണ്ടോ ഫിറോസ് ഇവിടെ വരുന്നു എന്നുള്ളതിനപ്പുറം അതിനൊരു പ്രത്യേക വിധി നിർണ്ണയത്തിൻ്റെ ആവശ്യകതയൊന്നും ഇവിടെ ഇല്ല എന്നെനിക്ക് തോന്നുന്നു. പുതിയ ആളുകൾ വരുമ്പോഴും അല്ലെങ്കിൽ ഇതിൽ ഞാൻ ആദ്യമായിട്ടാണ് പുതുതായിട്ടാണ് വന്നതെന്ന് പറയുന്ന ഒരാൾ പറയുമ്പോഴും നമ്മൾ ഇവിടെ നിന്ന് പറയുന്നത് ഒരു വിധി നിർണ്ണയമല്ല, അത് കുറച്ചുകൂടെ മെച്ചപ്പെടുത്താനുള്ള ഞങ്ങളുടെ അഭിപ്രായങ്ങൾ മാത്രമാണ് നമ്മളത് ചെയ്യുന്ന ആൾക്കാരെന്നുള്ള നിലയിൽ. മറ്റൊന്നും തന്നെ അതിനെക്കുറിച്ച് അത്തരണത്തെ പറയാനില്ല. ഈ ഫിറോസ് തുടങ്ങിയത് ലിഫ്റ്റ് ചോദിക്കുന്നതിനെ പറ്റിയിട്ടുള്ള ഒരു സംഭവമാണ്. എൻ്റെ നാട്ടിൽ ഒരാളുണ്ടായിരുന്നു, അയാൾ ലിഫ്റ്റ് അടിക്കുക എന്ന് പറഞ്ഞാൽ നല്ല ലിഫ്റ്റാണ്. വെള്ളൂർ പേപ്പർ കമ്പനിയിൽ ജോലി ചെയ്യും. അപ്പോൾ ആ ഒരു 9 മണിക്ക് മുമ്പ് ഒരു 8:45 തൊട്ട് 9 മണി വരെ ഈ കമ്പനിയിലേക്ക് ജോലിക്ക് ഒരു 100-300 ബൈക്കിൽ പല ആൾക്കാർ അവിടെയുള്ള ജോലിക്കാർ പോകുമ്പം ഇയാൾ ഏതെങ്കിലും ഒരാളുടെ ബൈക്കിൻ്റെ പുറകെ കയറി പോകും. ഇവർ ബൈക്ക് വിട്ട് തിരിച്ചു വരുമ്പോൾ ആരുടെയും പുറകെ കയറി തിരിച്ചു വരും. അങ്ങനെ 10-15 വർഷം സ്വന്തമായിട്ടൊരു ബൈക്ക് വേണ്ട പുള്ളിക്ക്, സുഖമായിട്ട് അവിടെ നിൽക്കും, ആരെങ്കിലും കൈ കാണിക്കും പോകും. ഒരു തവണ ഇതെൻ്റെ പുറകെ കയറി. അപ്പോൾ എനിക്ക് ഇന്ന് ഇത് നിർത്തണം എന്നുള്ള ആഗ്രഹമായിട്ടാണ് ഞാൻ നിൽക്കുന്നത്. എൻ്റെ പുറകിൽ കയറിയിട്ട് ഞാനൊരു കത്തിച്ചിട്ട് ഈ പുള്ളി എൻ്റെ പുറകിലിരുന്നിട്ട് ഞാൻ 2 കിടത്തി ബൈക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പോൾ എനിക്ക് എൻ്റെ തോളത്ത് പിടിച്ച് ഞെക്കുന്നതിൻ്റെ അളവ് കൊണ്ട് എനിക്കറിയാം പുള്ളി പേടിക്കുന്നതിൻ്റെ അളവേ. ഇവിടെ പിടിച്ചേക്കുമല്ലേ ഇങ്ങനെ ഇടയ്ക്ക് പുള്ളി സൂക്ഷിച്ച് നീ ഇങ്ങനൊരു ശബ്ദം കേൾപ്പിക്കുന്നുണ്ട്, അതും എനിക്ക് കേൾക്കാം. അവിടെ ഒരു ലെവൽ ക്രോസ് ഉണ്ട് വെള്ളൂര്. അപ്പോൾ ഈ ലെവൽ ക്രോസ് അടച്ചു കഴിഞ്ഞാൽ വലിയ കാറുകളൊക്കെ നിൽക്കും. ചില സാഹസികന്മാർ മാത്രം അപ്പുറത്തൊരു തൊണ്ടുവഴി ഇറക്കിയിട്ട് ഇതിലേ കയറ്റി തിരിച്ച് ഈ ലെവൽ ക്രോസിൻ്റെ അപ്പുറത്ത് കയറ്റാൻ പറ്റും. അവിടെ പാലമാണ്, ഈ പാലത്തിൻ്റെ അടിവഴി പോകാൻ പറ്റും. ഈ പുള്ളിയെ വെച്ചുകൊണ്ട് ഞാൻ ആ തൊണ്ടുവഴി ഒറ്റ ഇറക്കിറങ്ങിയിട്ട് 2 കിടത്തും കൂടെ കണ്ടെത്തിയപ്പോൾ അപ്പുറത്ത് എത്തിയിട്ട് പുള്ളി പറയാം, എനിക്ക് ഇവിടെ ഒരാളെ കാണാനുണ്ട്, എന്നെ ഒന്ന് ഇറക്കി വിട്ടേക്കാൻ. പിന്നെ ഫിറോസ് ചട്ടി ഇങ്ങനെ പടക്കെ എന്ന് പറഞ്ഞ് കൈമാറുന്ന പരിപാടി പറഞ്ഞല്ലോ വാർക്കകത്ത്. അത് പറഞ്ഞപ്പോ ഞാനൊരു കാര്യം ആലോചിച്ചത്, കലാഭവൻ ജോഷി എൻ്റെയൊക്കെ സുഹൃത്താണ്. ജോഷിയുടെ വീട്ടിൽ ചേട്ടൻ്റെ കല്യാണമായിട്ട് കുറച്ച് പണി വന്നു, ബാക്ക് സൈഡൊക്കെ ഒന്ന് തേക്കണം. അപ്പോൾ ഒരു പണിക്കാരനെ പോയി കണ്ടു, അയാൾ വരാമെന്ന് പറഞ്ഞു. പക്ഷേ അയാളുടെ കൂടെ ഒരു പെണ്ണുണ്ട്, അമ്മുണി എന്താ പേര്, ആ പെൺകുട്ടിക്ക് വന്നം, അല്ലെങ്കിൽ സിമെന്റ് കൂട്ടിക്കൊടുത്താൽ ശരിയാവൂല. അപ്പോൾ അവർ അതല്ല, ഞങ്ങൾ 4 ആമക്കളുണ്ട്, ഞങ്ങൾ ഇന്ന് ശരിക്കും കൂട്ടിത്തരാമെന്ന് പറഞ്ഞു. പറഞ്ഞു നിങ്ങൾ ശരിയാവില്ല, വെറുതെ പണി വെറുതെ മെനക്കർത്താണ്ട് നിങ്ങൾ അമ്മേനെ വിളിക്കാൻ പറഞ്ഞു. ഇവരൊന്നില്ല കേട്ടോ, ഞങ്ങൾ തന്നെ ഇത് സിമെന്റ് കൂട്ടിത്തരാമെന്ന് പറഞ്ഞിട്ട് ഇവർ 4 പേരിൽ നിന്ന് കൂട്ടിയിട്ട് പിറ്റേ ദിവസം തുടങ്ങി ഇയാൾ വന്നില്ല. കാരണം ഇയാൾക്കൊന്നും ശ്വാസം വിടാൻ പോലും സമയം കിട്ടിയില്ല. ചട്ടി ഇങ്ങനെ വന്നോണ്ടിരിക്കുക. പറഞ്ഞേ നിങ്ങളൊന്നും കൂട്ടി ആ സ്പീഡ് കിട്ടത്തില്ല ചട്ടി കിട്ടാനായിട്ട്. എനിക്ക് ഞാൻ തേച്ച് തീരുമ്പോഴത്തേക്ക് ചട്ടി നിറയണം എന്ന് പറഞ്ഞിട്ട് വെട്ടിയും പോകുകയും പോലെ. ഫിറോസ്ക, അപ്പൊ ഇനിയും വരണം.
ഒരു ഉറപ്പായിട്ടും ഒരുപാടുണ്ട് ഉറപ്പായിട്ടും. സമയമുണ്ടെങ്കിൽ ഈ ഫിറോസ് ഇടയ്ക്ക് എൻ്റെ ഒരു പാട്ട് റിലീസാകുന്നുണ്ട്, നിന്റെ ഫേസ്ബുക്ക് പേജിലൂടെ റിലീസ് ചെയ്യാൻ പറ്റുമെന്നൊക്കെ ചോദിച്ച് അയച്ചു തരും. ഫിറോസിന്റെ പാട്ടുകൾ ഒരുപാട് പ്രത്യേകതയുള്ള പാട്ടുകളാണ്. ഏതെങ്കിലും ഒരു പാട്ടിന്റെ 4 വരി പാടി തന്നാൽ ഗംഭീരായിരിക്കും ഫിറോസ്. പ്രേമ കവിയുടെ ഭാവനയോ, രാസനടന വിലാസിതയോ, ഹിന്ദുകലയുടെ ചാരുത നീ, എന്റെ കഥയിലെ നായിക നീ. പ്രേമ കവിയുടെ ഭാവനയോ, രാസനടന വിലാസിതയോ, ഹിന്ദുകലയുടെ ചാരുത നീ, എന്റെ കഥയിലെ നായിക നീ. പ്രേമ കവിയുടെ ഭാവനയോ, നിന്റെ ചിരിയും എന്റെ മനവും ചേർന്നലിഞ്ഞൊരു രാത്രിയിൽ, എന്റെ മിഴിയും നിന്റെ മിഴിയും ഓർത്തിണങ്ങിയ മാത്രയിൽ വന്ന മോഹന സ്വപ്നമതോ, എന്റെ ചഞ്ചല ഭാവനയോ, മന്ദഹാസമുരാമുഖമോ, നിന്നിലെ മനസമ്മതമോ, വർണ്ണമുഖരിത താരകയോ, താരസദസ്സിലെ നർത്തകിയോ, ഹിന്ദുകലയുടെ ചാരുത നീ, എന്റെ കഥയിലെ നായിക നീ. പ്രേമ കവിയുടെ ഭാവനയോ, രാസനടന വിലാസിതയോ, ഹിന്ദുകലയുടെ ചാരുത നീ, എന്റെ കഥയിലെ നായിക നീ. പ്രേമ കവിയുടെ ഭാവനയോ. രചന, സംഗീതം, സംവിധാനം എല്ലാം ഫിറോസ് അല്ലേ? അതെ. വരികൾ എല്ലാം ഗംഭീരമായി കലകി. താങ്ക് യു.